യെസ് ബാക്ക് ഡിയേഴ്സ്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ IANENT ആണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. IAN അതുപോലെ തന്നെ ലൈക്ക് എന്തെങ്കിലും സ്ലൈഡ് കാണാൻ പറ്റാമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഓഡിബിൾ ആണോ? ഹലോ ഹലോ യെസ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ IANENT ആണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൽ ഐയിൽ എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഇയറിൽ എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി നോസ് ആൻഡ് ത്രോട്ട്. നമ്മുടെ നോസിലും ത്രോട്ടിലും എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ആതിര, ഗുഡ് ഈവനിങ് ഡിയോ. once again good evening all. yes, നോസിലും ത്രോട്ടിലും എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് റൈനൈറ്റിസ്. വാട്ട് ഈസ് മീൻ ബൈ റൈനൈറ്റിസ്? എന്താ റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ റൈനൈറ്റിസ്? സ്ലൈഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ ചാറ്റ് ബോക്സ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണേ. യെസ്, ഐയുടെയും വിയുടെയും ഇയറിലുള്ള ഡിസീസ് കണ്ടീഷൻസ് ക്ലിയർ ആണ്. ആർക്കും ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? വാട്ട് യു മീൻ ബൈ റൈനൈറ്റിസ്? യെസ്, നമ്മുടെ നാസൽ ലൈനിങ്ങിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ നോസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതാണ് എന്താ റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് ഇൻഫ്ലമേഷൻ ആൻഡ് ഇറിറ്റേഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് നോസ്. നമ്മുടെ നോസിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ ഉണ്ടാകുമ്പോഴത്തേനും ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഇത് മെയിൻ ആയിട്ട് ആന്റിഹിസ്റ്റമിൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഇത് മെയിൻലി നമ്മുടെ റൈനൈറ്റിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് റൈനൈറ്റിസ് ഉണ്ടാവുന്നത്? യെസ്, റൈനൈറ്റിസ് മെയിൻലി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അലർജിക് റിയാക്ഷൻസ് കാരണമാണ് എന്താ മെയിൻലി റൈനൈറ്റിസ് ഉണ്ടാവുന്നത്. ഒരു മിനിറ്റ്. യെസ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷനോ ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് റൈനൈറ്റിസ് ഉണ്ടാവുന്നത്. ലൈക്ക് റണ്ണിങ് നോസ്, ലൈക്ക് റണ്ണിങ് നോസ് വരുന്ന സമയത്ത് ചില സമയത്ത് ഈ പേഷ്യൻസിന് ലൈക്ക് എന്താ മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ആ മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുതലാവുന്നത് കൊണ്ട് തന്നെ നേഴ്സൽ കൺജഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ നേഴ്സൽ കൺജഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്തായിരിക്കും പേഷ്യന്റിന് ഫീൽ ചെയ്യുന്നത്? ലൈക്ക് റണ്ണിങ് നോസ് ഉണ്ടാവുന്ന സമയത്ത് മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൂടുതലായത് കൊണ്ട് തന്നെ ലൈക്ക് എന്താ നേഴ്സൽ കൺജഷൻ ഉണ്ടായി. നേഴ്സൽ കൺജഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത് നോർമലി? യെസ്, നോർമലി നേഴ്സൽ കൺജഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും പേഷ്യന്റിന്. ലൈക്ക് കൺജസ്റ്റഡ് ആയിരിക്കുകയാണ്. സോ ദേ ക്യാൻ ബ്രീത്ത് പ്രോപ്പർലി. ലൈക്ക് എന്താ നമ്മുടെ നോസിൽ സ്വെല്ലിങ്ങും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് കൊണ്ടും ദെൻ കൺജഷൻ ആയിട്ട് മ്യൂക്കസ് ഇരിക്കുന്നത് കൊണ്ടും ദേ കാൺ ബ്രീത്ത് പ്രോപ്പർലി. അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ദേ ഫീൽ സം കൈൻഡ് ഓഫ് സ്നീസിങ്. ദെൻ അതുപോലെ തന്നെ നേഴ്സൽ ഇച്ചിങ്ങും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ലൈക്ക് അൺകംഫോർട്ടബിൾ സെൻസേഷൻ ആയിരിക്കാറില്ല ലൈക്ക് മേ ബി ഉണ്ടാവുന്നത്. സോ ദേ ഫീൽ സം കൈൻഡ് ഓഫ് നാസൽ ഇച്ചിങ്. നിങ്ങളൊരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ ഒരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഒന്ന് കണക്ട് ചെയ്തോട്ടെ.
ഓഡിബിൾ ആണോ നിങ്ങൾക്ക്? ഗീതു, ഗുഡ് ഈവനിങ് ഡിയോ. യെസ്. നമ്മുടെ റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മ്യൂക്കസ്, നമ്മുടെ നോസിലും മ്യൂക്കസ് മെമ്പറയിലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻ എന്താ? റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ റൈനൈറ്റിസ് വരുന്ന സമയത്ത് നമ്മുടെ മ്യൂക്കസ് ലൈക്ക് എന്താ കൺജഷൻ ആയി പോവുകയും അങ്ങനെ ഇൻഡിവിജ്വലിന് എന്താ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും അതുപോലെ തന്നെ സ്നീസിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് അലർജിക് റൈനൈറ്റിസും വരുന്നുണ്ട്, നോൺ അലർജിക് നമ്മുടെ റൈനൈറ്റിസിന് 2 ടൈപ്സ് ആണ്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാവോ? 2 ടൈപ്സ് ഓഫ് റൈനൈറ്റിസും ഒന്ന് നോട്ട് ചെയ്യാവോ നിങ്ങൾ? സ്ലൈഡിലില്ല, ഞാൻ പറയുന്നത് നോട്ട് ചെയ്തോളെ. Rhinitis is broadly divided into 2 types: allergic rhinitis and non-allergic rhinitis. Allergic rhinitis and non-allergic rhinitis. Then seasonal rhinitis, acute rhinitis and chronic rhinitis. Seasonal rhinitis, acute rhinitis and chronic rhinitis. What do you mean by allergic rhinitis? Allergic rhinitis എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കാണാൻ, ലൈക്ക് പോളൻ, അതുപോലെ തന്നെ ഡസ്റ്റ് മൈറ്റ്സ്, ദെൻ ഡാൻഡർ അല്ലെങ്കിൽ മോൾഡ് സ്പോർട്സ് ഒക്കെ കാരണം ഉണ്ടാകുന്ന റൈനൈറ്റിസ്, എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് റൈനൈറ്റിസ് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്തിരുന്നാൽ മതി, കേട്ടിരിക്കുക, അത് എഴുതിയെടുക്കണമെന്നില്ല. ടൈപ്സ് ഓഫ് റൈനൈറ്റിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കാരണം, ലൈക്ക് അലർജിക് സബ്സ്റ്റൻസ് ആയ പോളൻസ്, അതുപോലെ തന്നെ ഡസ്റ്റ് മൈറ്റ്, അതുപോലെ തന്നെ പെറ്റിന്റെ ഡാൻഡ്രഫ്, അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാകുന്ന റൈനൈറ്റിസ് ആണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഇത് നോൺ അലർജിക് റൈനൈറ്റിസ്. വാട്ട് യു മീൻ ബൈ നോൺ അലർജിക് റൈനൈറ്റിസ്? നോൺ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലർജിക് റൈനൈറ്റിസിന്റെ ഒരു കോസ് അല്ല, ഇത് മെയിൻ ആയിട്ടും അലർജീസ് കാരണം അല്ലാതെ ഉണ്ടാകുന്ന റൈനൈറ്റിസ് ആണ്. എന്താ നോൺ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചില ഫാക്ടേഴ്സ്, ചിലപ്പോൾ ഇറിറ്റൻസോ അല്ലെങ്കിൽ എയറിന്റെ ചിലപ്പോൾ പൊല്യൂഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ചില മെഡിക്കേഷൻസ് കാരണം, അല്ലെങ്കിൽ വെതറിന്റെ ചേഞ്ചസ് കാരണം, ദെൻ അതുപോലെ ചില സ്പൈസി ഫുഡ് കഴിക്കുന്നത് കാരണം ഒക്കെ ഉണ്ടാകുന്ന റൈനൈറ്റിസ് ആണ് എന്താ നോൺ അലർജിക് റൈനൈറ്റിസ്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന റൈനൈറ്റിസ് ആണ് അലർജിക് റൈനൈറ്റിസ്. ദെൻ നോൺ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ അലർജിക്കിന്റെ ടൈപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല, അതർ ഫാക്ടേഴ്സ് കാണാം, ലൈക്ക് എന്തെങ്കിലും ഇറിറ്റൻസോ, ദെൻ അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് കഴിക്കുന്നതിലൂടെയോ, ദെൻ വെതറിന്റെ ചേഞ്ചസ് കാരണോ, ദെൻ അതുപോലെ തന്നെ സ്പൈസി ഫുഡ് എടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന റൈനൈറ്റിസ് ആണ് നോൺ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ. Then we are moving to the seasonal rhinitis. What do you mean by seasonal rhinitis? Yes, seasonal rhinitis എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ സീസൺസ് മാറുമ്പോൾ, ലൈക്ക് എ ടൈപ്പ് ഓഫ് അലർജിക് റൈനൈറ്റിസ് ഇസ് ടിപ്പിക്കലി ട്രിഗേർഡ് ബൈ എയർബോൺ പോളൻ ഫ്രം ദ ട്രീസ്. നമ്മുടെ ട്രീസിൽ നിന്നുള്ള എയർബോൺ പോളൻസ് വരിക, അല്ലെങ്കിൽ ഗ്രാസിൽ നിന്നുള്ളത്, ദെൻ വീഡ്സ്, ലൈക്ക് സ്പ്രിങ്സും സമ്മറും ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മുടെ സീസൺസ് മാറുന്നതനുസരിച്ച് റൈനൈറ്റിസ് വരുന്നതാണ് എന്താ സീസണൽ റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ദെൻ അക്യൂട്ട് റൈനൈറ്റിസ് ആൻഡ് ക്രോണിക് റൈനൈറ്റിസ്. അക്യൂട്ട് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും എന്താ വൈറൽ ഇൻഫെക്ഷൻസ് കാരണം, ചിലപ്പം കോമൺ കോൾഡ് ഒക്കെ വരുന്നത്, നമ്മൾ കോമൺ കോൾഡ് ഒക്കെ വരുന്ന സമയത്ത് വൈറൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്ന റൈനൈറ്റിസ് ആണ് എന്താ അക്യൂട്ട് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ദെൻ ക്രോണിക് റൈനൈറ്റിസ്. വാട്ട് യു മീൻ ബൈ ക്രോണിക് റൈനൈറ്റിസ്? ക്രോണിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് കുറേ കാലം എന്തെങ്കിലും അലർജീസ് കാരണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ക്രോണിക് കണ്ടീഷൻസ് കാരണോ റൈനൈറ്റിസ് ഇങ്ങനെ മാറാണ്ട് കുറേ കാലം ഇങ്ങനെ നിൽക്കുന്നതാണ് എന്താ ക്രോണിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് റൈനൈറ്റിസിൽ അലർജിക് റൈനൈറ്റിസ് പറഞ്ഞു, നോൺ അലർജിക് റൈനൈറ്റിസ് പറഞ്ഞു, ദെൻ സീസണൽ റൈനൈറ്റിസ് പറഞ്ഞു, അക്യൂട്ട് റൈനൈറ്റിസ് പറഞ്ഞു, ക്രോണിക് റൈനൈറ്റിസ് പറഞ്ഞു. ദെൻ we are moving to the management. We are providing antihistamine to the rhinitis patient. Rhinitis clear ആണോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? Any doubts regarding rhinitis? What are the main types of rhinitis? ഒരു 2 ടൈപ്സ് എല്ലാവരും ചാറ്റ് ബോക്സ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. What are the main types of rhinitis? What are the main types of rhinitis?
Then we are moving to study about the next one is sinusitis. What do you mean by sinusitis? Yes, sinusitis എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിങ് ഓഫ് ദ സൈൻസിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ മ്യൂക്കസസ് ഇല്ലാവുന്നതാണ് എന്താ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ. സൈനസ് ആർ എയർ ഫിൽഡ് ലൈൻഡ് ബൈ ദ മ്യൂക്കസ് മെമ്പറൈൻ ദാറ്റ് ആർ ഡ്രെയിൻ നോർമലി ടു നോർത്ത്. നമ്മുടെ സൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിലുള്ള എയർ ഫീൽഡിലുള്ള മ്യൂക്കസ് ആണ് നമ്മുടെ സൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസിലുള്ള. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനസിൽ ഇൻഫ്ലമേഷനും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമ്പോഴത്തേന് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ കാരണത്താലാണ് സൈനസൈറ്റിസ് ഉണ്ടാവുന്നത്? സൈനസ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ നോസിലായിട്ട് സ്മാൾ ആയിട്ടുള്ള ഹാലോ സ്പേസ് ആണ് എന്താ ഹാലോ സ്പേസിലായിട്ടുള്ള ഒരു ബോൺ ആണ് എന്താ സൈനസ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസിന്റെയും ഐന്റെയും ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ നോസിനും അതിനും നിയറായിട്ട് കാണപ്പെടുന്നതാണ് എന്താ സൈനസ് ബോൺ എന്ന് പറഞ്ഞാൽ. ഇത് മെയിൻലി നമ്മുടെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നാസൽ പാസേജിന് മോയിസ്റ്റ് ആക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാരാ സൈനസ് ആണ്. സൈനസൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൈനസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴത്തേനും ഉണ്ടാകുന്ന കണ്ടീഷനാണ് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഇത് മെയിനായിട്ട് വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് കാരണം ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് സൈനസൈറ്റിസ്? മെയിൻ കോസസ് ഓഫ് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയ, അതുപോലെ തന്നെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ, കോമൺ കോൾഡ്, ദെൻ അലർജിക് റൈനൈറ്റിസ്, ദെൻ നമ്മുടെ ലൈനിങ് ഓഫ് ദി നോസിൽ ചെറിയ പോളിപ്സ് ഉണ്ടാകുന്നത് കാരണവും എന്താ സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ്. അതുപോലെ നിവീൽ നാസൽ സെപ്റ്റം ലൈക്ക് ഇത് മെയിൻലി നമ്മുടെ നാസൽ ക്യാവിറ്റിന് ഷിഫ്റ്റ് ആവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് സൈനസൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയാസ് ആയ സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയ, ദെൻ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും കാരണം സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. Streptococcal pneumonia, then Haemophilus influenza, common cold, allergic rhinitis, small growth നമ്മുടെ നാസൽ പോളിപ്സ് കാരണം അതുപോലെ തന്നെ ഡിവിറ്റസ് നാസൽ സെപ്റ്റം കാരണം സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. Then we are going to study about the acute sinusitis. What do you mean by acute sinusitis? നമ്മൾ അക്യൂട്ട് സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസും ഉണ്ട്. അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്നത്. ക്രോണിക് എന്ന് പറയുമ്പോഴത്തേനും ലോങ് ടേം ആയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അണ്ടർലൈൻ കോസസ് കാരണം അല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷൻ കാരണമോ ലോങ് ടേം ആയിട്ട് നിൽക്കുന്നതാണ് എന്താ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ അക്യൂട്ട് സൈനസൈറ്റിസിന് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഉണ്ടാവുന്നത്? നോർമലി സൈനസൈറ്റിസ് വരുമ്പോഴത്തേനും ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത്? ഏതൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ഒരു സൈനസൈറ്റിസ് ഉണ്ടാവുകയാണെങ്കിൽ നോർമലി എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നത്? നോർമലി എന്തൊക്കെ സയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്? ഒരു സയൻസ് ഉണ്ടാവത്തില്ല. നോർമലി ഇൻഡിവിജ്വലിന് ഫേഷ്യൽ പെയിൻ, ഇവിടെ സൈനസൈറ്റിസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? സൈനസൈറ്റിസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? യെസ്. മെയിൻ ആയിട്ട് ഫേഷ്യൽ പെയിൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഫേഷ്യൽ ഫീലിങ്സ് ആയിരിക്കും നമ്മുടെ ഫേസിൽ. ദെൻ സ്റ്റഫി നോസ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ റണ്ണി നോസും ചില സമയത്ത് സോർ ത്രോട്ടും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സൈനസൈറ്റിസ് ഉണ്ടാവാൻ നമുക്ക് ഓൾറെഡി അറിയാം, ഭയങ്കര ഇറിറ്റേഷൻ അല്ലെങ്കിൽ ലൈക്ക് എന്താ സം കൈൻഡ് ഓഫ് ഡിസ്കംഫോർട്ട് ദേ ഫീൽ.
ലൈക്ക് നമുക്ക് നമ്മുടെ ചീക്ക് ലെവലിൽ അതുപോലെ തന്നെ നാസിന്റെ സത്യത്തിന്റെ അവിടെ ഒന്നും ടച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലൈക്ക് ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും അല്ലേ. ഫേഷ്യൽ പെയിൻ ഓർ പ്രഷർ, ദ റണ്ണി നോസ്, കഫ് ഓർ കൺജഷൻ, stuffed up nose, then loss of smell and severe headache. സിവിയർ ഹെഡേക്ക് കൂടെ നോട്ട് ചെയ്തോളേ. ജമീല, എല്ലാവർക്കും റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല മഴയാണ്, ഇവിടെയും നല്ല മഴയാണ്. എല്ലാവർക്കും റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് റേഞ്ച് ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കേൾക്കുക. ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. റെക്കോർഡ് ക്ലാസ് കേൾക്കുക. റെക്കോർഡ് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഓൺ ചെയ്ത് വെക്കുക. നോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻ മുന്നോട്ട് പോവുക. Then we are moving to study about the treatment of sinusitis. For the treatment we are providing to the sinusitis like that decongestant അല്ലെങ്കിൽ saline നമ്മൾ കൊടുത്ത് പിടിച്ചിരുന്നത്. Then antibiotics കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ we are providing antibiotic therapy to the patient. Then corticosteroids, then functional endoscopic sinus surgeries നമ്മൾ ചെയ്യും. നമ്മുടെ സൈനസ് അത് നമ്മുടെ ഇൻഫ്ലമേഷൻ റിമൂവ് ചെയ്യുന്ന ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറീസ് നമ്മൾ ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? What is the full form of FESS? What is the full form of FESS? FESS ന്റെ ഫുൾ ഫോം എല്ലാവരും ചാറ്റ് ബോക്സ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. What is the full form of FESS? Functional endoscopic sinus surgery is the like full form of yes, very good all dears. Yes. Then Caldwell-Low radial anastomy നമ്മൾ സർജറി ചെയ്യും. ഇതാ Caldwell-Low radial anastomy surgery. Yes, very good all dears. Then we are going to study about the Caldwell-Low radial anastrostomy surgery. What do you mean by Caldwell-Low radial anastrostomy surgery? Androstomy surgery എന്ന് പറയുന്നത് ഇത് നമ്മൾ മെയിൻലി റേഡിക്കൽ ആൻഡ്രോസ്റ്റമി എന്നും പറയാറുണ്ട് കേട്ടോ. ഈ കാർഡിയൽ ലൂന് നമ്മൾ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറി എന്ന് പറയാറുണ്ട്. ഇത് മെയിൻ ആയിട്ട് നമ്മളൊരു ലൈക്ക് മാക്സിലറി സൈനസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് എന്താ കാർഡിവൽ-ലോ സർജറി അല്ലെങ്കിൽ റേഡിക്കൽ സർജറി എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ക്രോണിക് സൈനൈറ്റിസ് വരുന്നത് എന്ന് വെച്ചാൽ അക്യൂട്ട് സൈനൈറ്റിസ് നമ്മൾ മെഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ദേ ക്യാൻ ഹീൽ. അപ്പോൾ ക്രോണിക് സൈനൈറ്റിസ് ഒക്കെ വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ മെയിൻ ആയിട്ടും കാർഡിവൽ-ലോ സർജറി അല്ലെങ്കിൽ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറി ചെയ്യുന്നത്. ഇവിടെ അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് നമ്മുടെ മെഡിക്കലി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇപ്പോൾ അക്യൂട്ട് ആയാലും ക്രോണിക് ആയാലും ചില കേസസിൽ നമ്മൾ മെഡിക്കലി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് സക്സസ് ആവണമെന്നില്ല. സോ അങ്ങനെ വരുന്ന കേസസ് നമ്മൾ നോർമലി ഈ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറി ചെയ്യാറുണ്ട്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻഫ്ലമേഷൻ ആയിരുന്ന സൈനസിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സർജറിയാണ് എന്താ കാർഡിവൽ-ലോ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറി എന്ന് പറഞ്ഞാൽ. The surgery involved an incision in the upper gum. നമ്മുടെ upper gumലോട്ട് ഇൻസിഷൻ ഇടും. Opening in the anterior wall
anterior wear of the antrum, remove the entire disease. നമ്മുടെ എത്രത്തോളം ആയിട്ടുള്ള ലൈക്ക് എത്രത്തോളം ബാക്ടീരിയ സൈനസ് ആണ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ലൈക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ളത് അത് എൻറ്റയർ ആയിട്ടുള്ള ഓസ്റ്റമി എന്ന് പറയുമ്പോൾ ഓൾറെഡി നോ റിമൂവൽ പോർഷൻ ആണ് അല്ലേ. നമ്മൾ ആ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പോർഷൻസ് നമ്മുടെ ബാക്ടീരിയ സൈനസിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മൾ ഡ്രെയിൻ ചെയ്യുക. ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് ഇൻഫീരിയർ നമ്മൾ അലൗ ഇൻ ടു ദ ഇൻഫീരിയർ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളെ. ഇൻഫീരിയർ അല്ലെങ്കിൽ മിഡിൽ മിയാറ്റസ് നമ്മുടെ ഒരു ലാർജ് വിഡോ ഇന്റർനാഷണൽ നാഷണൽ വാളോട് നമ്മളൊരു ലാർജ് ഒരു ഡ്രെയിൻ അല്ലെങ്കിൽ വിഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനാണെന്താ കാർഡിവൽ റാഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറി എന്ന് കേട്ടാൽ ഏത് 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 ഡിസീസ് കണ്ടീഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി ചെയ്യുന്ന ഏത് ഡിസീസ് കണ്ടീഷൻ കറക്റ്റ് ചെയ്യാൻ നമ്മൾ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറി ചെയ്യുന്നത് ഏത് ഡിസീസ് കണ്ടീഷൻ ആണ് ചാറ്റ് ബോക്സ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ് വെരി ഗുഡ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പേഷ്യന്റ് നമ്മൾ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തത് പേഷ്യന്റ് ലൈക്ക് റേഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറിക്ക് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. ആ പേഷ്യന്റ് ബിഫോർ നമ്മുടെ പ്രയർ ഏത് കണ്ടീഷനാണ് ഡയഗ്നോസിസ് ചെയ്തതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യെസ്. ക്രോണിക് സൈനൈറ്റിസിലും അതുപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവാത്ത കേസസിലുമാണ് നമ്മൾ ലൈക്ക് എന്താ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി ചെയ്യുന്നത്. നോർമലി ഉള്ള കേസ് നോർമൽ സൈനൈറ്റിസ് നമ്മൾ ഈ സർജറി ചെയ്യാറില്ല കേട്ടോ, അത് ഓർക്കണം കേട്ടോ. ക്രോണിക്കിനും അതുപോലെ തന്നെ മെഡിക്കലി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒന്നും എഫക്റ്റീവ് ആവുന്നില്ല, അങ്ങനെ വരുന്ന കേസസിൽ മാത്രമാണ് നമ്മൾ റേഡിക്കൽ ആൻഡ്രോസ്റ്റമി സർജറി ചെയ്യാറ്. Then we are moving to study about the nasal septum deviation. What do you mean nasal septum deviation? What do you mean by nasal septum deviation? Yes, nasal septum deviation എന്ന് പറഞ്ഞാൽ നമ്മുടെ septum like of bone or cartilage that is separated the two nasal passage of the നമ്മുടെ nasal സെപ്റ്റം ഡീവിയേഷൻ അല്ലെങ്കിൽ ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസിൽ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ഡിസോർഡർ ആണ്. ഇവിടെ നമ്മുടെ ലൈക്ക് നാസൽ സെപ്റ്റത്തിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുക. നമ്മുടെ നോർമലി ഉള്ള നാസൽ സെപ്റ്റത്തിൽ നിന്ന് ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ നാസൽ സെപ്റ്റം എങ്ങനെയായിരിക്കുന്നത് എങ്ങനെ നോർമൽ ഇരിക്കുന്നു നോർമൽ നമുക്ക് ഫിംഗർ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മൾ നോർമൽ സ്ട്രെയിറ്റ് ലൈൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം ആണെങ്കിൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. നോർമലി ഇരിക്കുന്നതിനെക്കാട്ടി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതല്ല നാസൽ സെപ്റ്റം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഒന്നുകിൽ വൺ സൈഡ് ഓഫ് ദി നോസിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ സ്മാളർ ദാൻ അതല്ല നമ്മൾ ഒരു സൈഡ് ഓഫ് ദി നാസൽ മറ്റേ സൈഡിനെക്കാട്ടിയും കുഞ്ഞതായിരിക്കും. ഇത് മെയിൻലി ഒരു ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം ഉള്ള ഇൻഡിവിജ്വലിന് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി എന്തായിരിക്കും എന്ന് പറഞ്ഞു. ഒരു ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം ഉള്ള ഒരു പേഷ്യന്റിന് മെയിൻ ആയിട്ട് വരുന്ന ഡിഫിക്കൽട്ടി ആയിരിക്കും ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞേ. ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവത്തില്ലേ? നോർമലി ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം ഉള്ള ഒരു പേഷ്യന്റ് മെയിൻലി ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി എന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് വെരി ഗുഡ് ജസ്റ്റ് അവർക്ക് പ്രോപ്പർ വേയിൽ വെരി ഗുഡ് അവർക്ക് പ്രോപ്പർ വേയിൽ ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഒരു ലൈക്ക് ഒരു ചാൻസ് ഉണ്ടായത്. കാരണം അവരുടെ നോർമലി ഉള്ള നാസൽ സെപ്റ്റം ഡീവിയേറ്റഡ് ആയിരിക്കുകയാണ്. സോ ദാറ്റ് ക്യാൻ ബ്രീത്ത് പ്രോപ്പർലി. ക്ലിയർ ആണോ? യെസ്. Then what are the causes of nasal septum deviation? The main ആയിട്ട് നമ്മുടെ ട്രോമ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ബ്ലോ ഓഫ് ദി ഫേസ് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബ്ലോസ് ഉണ്ടാകുക. വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. ദെൻ നമുക്ക് ലൈക്ക് എന്താ കൺജൻസ്റ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ നോസിന് ചൈൽഡ് ബെഡിലെ കുഞ്ഞിലെ തന്നെ ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്രഷനൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് എന്താ നോർമലി ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം ഉണ്ടാകുന്നത്. ടൈപ്പ് ഓഫ് ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. നാസൽ സെപ്റ്റം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും നാസൽ സെപ്റ്റം ഡീവിയേഷൻ ഓർ ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം
is a physical disorder of nose involving the displacement of the nasal septum. The main causes of deviated nasal septum, it is most frequently caused by trauma such as blow of the face. It can also to be a congenital disorder caused by compression in the nose during the childbirth. Then we are moving to the types of DNS. The types of DNS the main item cast എന്ന formula പഠിക്കാം. What do you mean by cast? The cast C-shaped deformity, C for C-shaped deformity, and A for anterior dislocation, then S for S-shaped deformity, then T for thickening. നമ്മുടെ hematoma കാരണം thickening ഉണ്ടാവുന്നത്. This is the types of, ഒരു മിനിറ്റ്, this is the type of DNS like C-shaped deformity and anterior dislocation and S-shaped deformity and thickening. Clear ആണോ? What is the expansion of cast? ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. What is the expansion of cast? Yes, very good. All dears, others were. മൂന്ന് പേർക്ക് മാത്രമേ ആൻസർ ഉള്ളൂ. Cast means C-shaped deformity, then anterior dislocation, then S-shaped deformity, then thickening. നമ്മൾ thickening നോർമലി ഉണ്ടാവുന്നത് എന്തെങ്കിലും ഹെമറ്റോമ ഫോർമേഷൻ ഇങ്ങനെ വരുന്ന സമയത്താണ് നോർമലി thickening ഉണ്ടാവുന്നത്. It's very good. വിനില, ഷഹിന, അനുപ, മഞ്ജു, അഭിന, Sulakshmi, very good. All dears. This is a type of DNS. Then signs and symptoms. What are the signs and symptoms involved in the deviated nasal septum? ചോദിച്ചാൽ മെയിൻ ആയിട്ടും എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും? റൈനൈറ്റിസ് ആൻഡ് കോമൺ കോൾഡ്. വാട്ട് ഡു യു മീൻ ബൈ റൈനൈറ്റിസ്? എന്താ റൈനൈറ്റിസ്? എന്താ റൈനൈറ്റിസ് ഉണ്ടായിരിക്കും, കോമൺ കോൾഡ് ഉണ്ടായിരിക്കും, ദെൻ അതുപോലെ റൈനൈറ്റിസ് ഉണ്ടായിരിക്കും, കോമൺ കോൾഡ് ഉണ്ടായിരിക്കും, ദെൻ ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും പേഷ്യന്റിന്, ദെൻ ലൈക്ക് ലൗഡ് ബ്രീത്തിങ് അല്ലെങ്കിൽ നമ്മുടെ സ്നോറിങ് ഉണ്ടാകും, ലൈക്ക് നമ്മുടെ സ്നോറിങ് ഉണ്ടാകുന്ന സമയത്ത് ലൗഡ് ബ്രീത്തിങ് ആയിരിക്കും പേഷ്യന്റ്, ലൈക്ക് സൗണ്ട് ഉണ്ടാക്കിയായിരിക്കും അവർ ബ്രീത്തിങ് ചെയ്യുന്നത്. ദെൻ ഫേഷ്യൽ പെയിൻ, നമ്മൾ ഇപ്പോൾ പഠിച്ച ഏതൊരു ഡിസീസ് കണ്ടീഷന് ഫേഷ്യൽ പെയിൻ ഉണ്ടാകും എന്നുള്ള കാര്യം പഠിച്ചു. ഏതിനാ? ഫേഷ്യൽ പെയിൻ അതുപോലെ തന്നെ ഫേസിൽ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പഠിച്ചു. ഏതിനാ? ഏത് കണ്ടീഷനാ ഫേഷ്യൽ പെയിൻ ഉണ്ടാകുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചേ? എനി ഐഡിയ? യെസ്, വെരി ഗുഡ് അനുപ, വെരി ഗുഡ് വിനില, യെസ് ലിജ, രേഷ്മ, അഭിനാഥ്, ജസ്ന, രശ്മി, നിമ, ശ്രീലക്ഷ്മി, വെരി ഗുഡ് ഓൾ ഡിയർ. അതുപോലെ തന്നെ ലൈക്ക് പോസ്റ്റ് നേറ്റൽ ഡ്രിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റത്തിന്റെ സയൻസ് ആൻഡ് സിംറ്റംസിനകത്ത് വരുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം. ഇതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യാറെന്ന് ചോദിച്ചാൽ ഡീപ് കൺജസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ തന്നെ ആന്റി ഹിസ്റ്റമിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ നഴ്സൽ സ്പ്രേസ് നമ്മൾ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യും. ദെൻ സെപ്റ്റോപ്ലാസ്റ്റ് നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്തൊക്കെയാ. വാട്ട് ഈസ് സെപ്റ്റോപ്ലാസ്റ്റി? യെസ്, നമ്മൾ ഡീപ് കൺജസ്റ്റൻസ് നമ്മൾ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഞ്ജന വെരി ഗുഡ്, Lakshmi very good, Shekina very good, Gidu Mohan very good, and Sandhya very good, Disha very good dears. Then
നമ്മുടെ ഡീകൺജസ്റ്റൻസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ആന്റി ഹിസ്റ്റമിൻസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നഴ്സൽ സ്പ്രേസ് നമ്മുടെ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റോപ്ലാസ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ? സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്തുകൊള്ളുക, അല്ലെങ്കിൽ അതുപോലെ എഴുതിക്കൊള്ളുക. നമ്മുടെ നാസൽ സെപ്റ്റത്തിന് സ്ട്രൈറ്റനിങ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്താ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ നാസൽ സെപ്റ്റത്തിൽ ഡീവിയേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ നാസൽ സെപ്റ്റത്തിൽ ഡീവിയേഷൻ ഉള്ള കണ്ടീഷനാണ് നമ്മൾ നോർമലി പറഞ്ഞാൽ നാസൽ സെപ്റ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാകുന്നതാണെന്താ DNS അല്ലെങ്കിൽ നമ്മുടെ ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം എന്ന് പറഞ്ഞു. സോ അപ്പോൾ നമ്മുടെ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ നേഴ്സൽ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ നാസൽ സെപ്റ്റത്തിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്താ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മുടെ ബോൺസ് അല്ലെങ്കിൽ കാർട്ടിലേജ് നമ്മളുടെ ഡിവൈഡ് ചെയ്ത് നമുക്കത് ഫിസിക്കലി ചെയ്ത് സ്ട്രൈറ്റനിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മെയിൻലി DNSന് കൊടുക്കുന്ന മോസ്റ്റ് കോമൺ സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെപ്റ്റോപ്ലാസ്റ്റി ആണ് കേട്ടോ. Yes, very good, all dears. Then we are moving to study about the tonsillitis. What do you mean by tonsillitis? What do you mean by tonsillitis? എന്താ tonsillitis എന്ന് പറഞ്ഞാൽ? What do you mean by tonsillitis? നമ്മുടെ ടോൺസിൽസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ. കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്? യെസ്. Yes, very good. Inflammation of the നമ്മുടെ ടോൺസിൽസിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് എന്താ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ടും ടോൺസിലൈറ്റിസ് കാരണത്താലാണ് ടോൺസിലൈറ്റിസ് നമ്മുടെ ടു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള പേർഡ്സ് നമ്മുടെ ബാക്ക് ഓഫ് ദി ത്രോട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ട് ഓവൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള പേർഡ്സ് നമ്മുടെ ബാക്ക് ഓഫ് ദി ത്രോട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ ആയിട്ട് എന്തെങ്കിലും വൈറലോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ കാരണം അവിടെ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് എന്താ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എഴുതിക്കൊള്ളുക. വിച്ച് ടോൺസിലൈറ്റിസിന്റെ കൂടെ ഡെഫിനേഷനോട് ഞാൻ പറയുന്ന നോട്ട്സും എഴുതിക്കോളണേ. Tonsillitis is inflammation due to infection of the tonsil, which are two oval shaped pads which are okay fine. അതിനെ റെക്കോർഡ് ക്ലാസ് കാണുക. റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. which are
two oval-shaped pads of tissue located at the back of the throat. Oval-shaped pads of tissue located at the back of the throat. Located at the back of the throat, on each side, on each side, on each side. It's usually caused by it's usually caused by viral or bacterial infection. It's usually caused by viral or bacterial infection. ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ടോ? ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ടോ? Tonsils is the inflammation due to infection of the tonsil, which are two oval-shaped pads, of tissue, located at the back of the throat, on each side. It's usually caused by viral or bacterial infection. It's usually caused by viral or bacterial infection. Is it clear, Anamole? Yes. Then, what are the main causes of tonsillitis എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും അഡിനോവൈറസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസ്, എഫ്സീനിയ ബോൾ വൈറസ് ആൻഡ് പാരാ ഇൻഫ്ലുവൻസ വൈറസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് മോസ്റ്റ് കോമൺലി നമ്മുടെ ടോൺസിൽസ് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. മെയിനായിട്ട് നിങ്ങൾ ഇൻഫെക്ഷൻ എവിടെയാണ് വരുന്നുള്ള കാര്യം പഠിച്ചാൽ മതി കേട്ടോ, അല്ലാതെ ഓവർലി കൺസേൺ ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ദെൻ വി ആർ മൂവിങ് ടു സ്റ്റഡി അബൌട്ട്, പിന്നെ സർജറീസ് ഓർത്തിരിക്കുക കേട്ടോ, സർജറീസും ടൈപ്സ് ഓർത്തിരിക്കുക. Then we are going to study about the signs and symptoms of നമ്മുടെ tonsillitis. What are the main signs and symptoms of tonsillitis? Main signs and symptoms of tonsillitis എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുന്നത്? Yes, main signs and symptoms of tonsillitis means നമ്മുടെ ടോൺസിൽസ് ഇൻഫ്ലമേഷൻ ഉണ്ടാവുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ടോൺസിലൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ ആണ്, എല്ലാവർക്കും ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ അതിലും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ, ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ ആയിരിക്കും എന്താ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നോർമലി ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത്? ടോൺസിലൈറ്റിസ് എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുന്നത്? Yes, very good. Answers പോരട്ടെ? Yes, very good. ത്രോട്ട് പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ത്രോട്ടിൽ ചെറിയ ടോൺസിൽ ഇരിക്കുന്നതിന്റെ ഭാഗത്ത് ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും അല്ലേ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ടോൺസിൽസ്, നമ്മുടെ ടോർച്ച് അടിച്ച് നോക്കുവാണെങ്കിൽ ടോൺസിൽസിൽ ലൈക്ക് എന്താ റെഡ്നെസ് പോലെ റെഡ്നെസ് കളർ ഫോർമേഷൻ ഉണ്ടായിരിക്കും. ദെൻ അതുപോലെ ഒരു വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കോഡ്, നമ്മുടെ ഒരു വൈറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ യെല്ലോ കോഡ്, കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദേ മേ സം കൈൻഡ് ഓഫ് കളർ ചേഞ്ച്, വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ക്ലോട്ടിങ് ഉണ്ടായിരിക്കും ടോൺസിൽസിനകത്ത്. ദെൻ അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ ഓൾറെഡി അറിയാം നമ്മുടെ ENTക്കകത്ത് നമ്മുടെ ഐയിലും അതുപോലെ തന്നെ നോസിനും ഇയറിനും നമ്മുടെ ടീത്തിനും ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ
ഫസ്റ്റ് നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ഹെഡേക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഏക്സ്, എവിടെയാണോ ആ പ്രോബ്ലംസ് അല്ലെങ്കിൽ എവിടെയാണോ ആ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് ആ ഓർഗൻസ് ഡിപ്പെൻഡ് ചെയ്ത് ഏക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ക്വൈറ്റ് കോമൺ ആണ്. Then what are the treatments we are providing to the tonsillitis patient എന്ന് ചോദിച്ചാൽ antibiotic therapy and tonsillectomy. What do you mean by tonsillectomy? ടോൺസിലക്ടമിയോടെ കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് ഫുള്ളി കംപ്ലീറ്റ് ആവണം കേട്ടോ. വാട്ട് ഡു യു മീൻ ബൈ ടോൺസിലക്ടമി? What do you mean by tonsillectomy? Any idea regarding tonsillectomy? What do you mean by tonsillectomy? Any idea? Tonsillectomy? Yes, very good. All dears. Very good. Yes, ടോൺസിലക്ടമി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. എക്ടമി എന്ന് പറയുമ്പോൾ ഓൾറെഡി നോ, സർജിക്കലി നമുക്ക് റിമൂവ് ചെയ്യേണ്ട, സർജിക്കലി ആ അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ള ആ പാർട്ടിന് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്താ ടോൺസിലക്ടമി എന്ന് പറഞ്ഞാൽ. ടോൺസിലക്ടമി ഇസ് എ സർജിക്കൽ പ്രൊസീജിയർ ഏത് നമ്മുടെ പാലറ്റൈൻ ടോൺസിലിനെ റിമൂവ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്താ ടോൺസിലക്ടമി എന്ന് പറഞ്ഞാൽ. ഒരു മിനിറ്റ്, ടോൺസിലക്ടമി സർജറി എന്താണെന്നുള്ളത് നോട്ട് ചെയ്തോളണേ. ടോൺസിലക്ടമി ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ. ടോൺസിലക്ടമി ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ. Tonsillectomy is a surgical procedure where the palatine tonsil located at the back of the throat are removed. Located at the back of the throat are removed. Tonsillitis is a surgical procedure. Tonsillitis is a surgical procedure where the palatine tonsil located at the back of the throat are removed. എഴുതിയായിരുന്നു, ഒന്നും കൂടെ പറയേണ്ടതായിട്ടുണ്ടോ? പറയേണ്ടതായിട്ടുണ്ടോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? Is that clear all? Yes, very good. നോർമലി നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ടോൺസിലക്ടമി പേഷ്യന്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് വരിക. ഇപ്പോൾ ടൈം 9:44 ആയിട്ടുണ്ട്. 9:49 ആകുമ്പോഴത്തേനും എല്ലാവരും റീബാക്ക് ചെയ്യുക. ഗോ ഫോർ ദ ബ്രേക്ക് ഡിയേഴ്സ്.
Yes, back dears. Then we are going to study about some points including in the ടോൺസിലക്ടമി പേഷ്യൻസ്. നോർമലി നമ്മൾ ടോൺസിലക്ടമി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, നോട്ട് എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ. നോർമലി നമ്മുടെ സർജറിക്ക് മുന്നോടിയായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ റൊട്ടീനായിട്ട് അവർക്ക് ചെയ്യേണ്ട എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ലൈക്ക് എന്താ ഒരു സർജറിക്ക് വേണ്ടി നമ്മൾ നോർമലി ഒരു സർജറിക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് പേഷ്യൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. യെസ്, അതുപോലെ തന്നെ നമ്മൾ നോർമലി ഹെൽത്തി ആയിട്ടാണോ പേഷ്യൻ്റ്, ഹെൽത്തി ആണോ, അവർ സ്റ്റേബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പം നോർമലി നമ്മളൊരു സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ, അല്ല നമ്മൾ വെറുതെ പോയിട്ട് ഒരു സർജറിയും ചെയ്യാറില്ല അല്ലേ. യെസ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് പ്രീ ഓപ്പറേറ്റീവ് കെയർ എങ്ങനെയാണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ദെൻ സർജറിയുടെ സമയത്ത് നമ്മൾ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ടോൺസിലക്ടമിക്ക് ഏത് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന, വിച്ച് അനസ്തേഷ്യ വി ആർ പ്രൊവൈഡിങ് ടു ദി ടോൺസിലക്ടമി പേഷ്യൻറ്റ്? ഏത് അനസ്തേഷ്യ കൊടുക്കുന്നത്? ഒരു അനസ്തേഷ്യം കൊടുക്കത്തില്ലേ? യെസ്, നോർമലി ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലേ. നോർമലി നമ്മൾ ജനറൽ അനസ്തേഷ്യയാണ്. യെസ്, വെരി ഗുഡ്. ജനറൽ അനസ്തേഷ്യയാണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ നോർമലി സ്ലീപ്പിലോട്ട് പോവുകയും പേഷ്യൻറ്റിനെ കംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ കംഫോർട്ടബിൾ ആക്കി അവർക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വി ആർ കംപ്ലീറ്റ്ലി റിമൂവ്, നമ്മുടെ പാലറ്റൈൻ ടോൺസിൽസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈക്ക് ആ സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് പെയിനോ കാര്യങ്ങളോ ഉണ്ടായിരിക്കത്തില്ല, ബിക്കോസ് ദേ ആർ അണ്ടർ സെഡീഷൻ. ദെൻ നമ്മൾ നോർമലി ചെയ്യുന്നത് ടോൺസിൽസിനെ റിമൂവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. ദെൻ ഐസ് കോളർ നമ്മൾ അപ്ലൈ ചെയ്യും സർജറി കഴിഞ്ഞതിന് ശേഷം, ബിക്കോസ് അവിടെ നമുക്ക് ലൈക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വി ആർ അപ്ലൈയിങ് ഐസ് കോളർ ടു ദ പേഷ്യന്റ്. It is important to make sure your child get plenty of fluid. നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് ചെയ്യുന്നതെങ്കിലുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലൈക്ക് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ് എടുക്കുന്ന കാര്യം ഉറപ്പ് വരുത്തുക. ഹൗവർ അവോയ്ഡ് ഗിവിംഗ് മിൽക്ക് പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ്, നമ്മുടെ സർജറിക്ക് ഒരു 24 hours മുന്നേ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ദെൻ കോൾഡ് ഫ്ലൂയിഡ്, നമ്മൾ നോർമലി നമ്മുടെ സർജറിക്ക് മുന്നേ നമ്മൾ കോൾഡ് ഫ്ലൂയിഡ് ആണ് നോർമലി പേഷ്യൻസ് എടുക്കാനായിട്ട് വരുന്നത്. ഡ്യൂറിങ് through a straw should be avoided because the danger for the physical trauma and suction on the throat which may cause bleeding. നമ്മൾ straw അവോയ്ഡ് ചെയ്യുക. straw എടുക്കുവാണെങ്കിൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ കുഞ്ഞിന് ലൈക്ക് ട്രോമ എനിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ എക്സ്പെക്റ്റഡ് എ പോസ്റ്റ് ഓപ്പറേറ്റീവ്, നമ്മൾ നോർമലി സർജറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 7 to 10 days ആണ്. സർജറി കഴിഞ്ഞ് ഒരു 7 to 10 days ആണ് നമ്മൾ നോർമലി ചെയ്യുന്നത്, ലൈക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് അത് കഴിഞ്ഞിട്ടും പേഷ്യന്റ് ബ്ലീഡിങ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പേഷ്യന്റ് ഇൻഫെക്ഷൻ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ നമ്മൾ ഐസ് കോളർ അപ്ലൈ ചെയ്യും. പേഷ്യന്റിന് ബ്ലീഡിങ് ആണെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഐസ് കോളർ നമ്മുടെ പേഷ്യന്റ് അപ്ലൈ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ടോൺസിലക്ടമിക്ക് അത് വരുന്നത്. ദെൻ വി ആർ മൂവ് ടു ദി ഫാരിഞ്ചൈറ്റിസ്. വാട്ട് യു മീൻ ബൈ ഫാരിഞ്ചൈറ്റിസ്? What do you mean by pharyngitis? എന്താ പറഞ്ഞേ? What do you mean by pharyngitis? What do you mean by pharyngitis? Pharyngitis എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മുടെ സോർ ത്രോട്ട് എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. Pharyngitis is also known as sore throat. അതുകൊണ്ട് നോട്ട് ചെയ്തോളെ. ഫാരിഞ്ചൈറ്റിസ് നമ്മൾ സോർ ത്രോട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഫാരിങ്സിൽ, നമ്മുടെ ബാക്ക് ഓഫ് ദി ത്രോട്ട് ലൈക്ക് ഫാരിങ്സിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ ഉണ്ടാക്കുന്ന കണ്ടീഷൻ എന്താ? ഫാരിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഫാരിഞ്ചൈറ്റിസ് ഇസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ഫാരിങ്സ് വിച്ച് ഈസ് ബാക്ക് ഓഫ് ദി ത്രോട്ട്. Then it is the most often referred to simply sore throat എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. Pharyngitis can be also caused by saprophytes in the throat and difficulty in swallowing. നോർമലി ഈ ഫാരിഞ്ചൈറ്റിസ് നമ്മുടെ ഫാരിങ്സിൽ നമ്മുടെ ബാക്ക് ഓഫ് ദി ത്രോട്ടിൽ ഇൻഫ്ലമേഷൻ ഒക്കെ നമ്മൾ സോർ ത്രോട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ലെങ്കിൽ നമുക്കത് സ്വോളോവിങ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും.
നമ്മുടെ ഫാരിങ്സ് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. Then what do you mean by laryngitis? What do you mean by laryngitis? എന്താ laryngitis എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓഡിബിൾ ആണോ? നിങ്ങൾക്ക് റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, കാരണം നിങ്ങൾ റെസ്പോൺസ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്, നമ്മുടെ ലാരിങ്സിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ? ലാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ലാരിങ്സിന് നമ്മൾ എന്താ പറയുന്നത്? ലാരിങ്സ് എന്താ? ലാരിങ്സ് എന്താ നമ്മളുടെ? ലാരിങ്സ് എന്ന് പറഞ്ഞാൽ ഓയിസ് ബോക്സ് എന്നറിയപ്പെടുന്നതാണ് എന്താ? ലാരിങ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആ ഓയിസ് ബോക്സിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ? ലാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ ലാരിഞ്ചൈറ്റിസ് ഉണ്ടാവുകയാണെങ്കിൽ ആ പേഷ്യന്റ് ഹോഴ്സ്നെസ്, നമ്മുടെ വോയിസിന് സൗണ്ടിന് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ത്രോട്ട് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. ദെൻ സംസാരം moving to the epistatis. What do you mean by the epistatis? ഓഡിബിൾ ആണോ നിങ്ങൾക്ക്? ഓഡിബിൾ ആണോ? ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ്. എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ എന്താ എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സൽ ബ്ലീഡിങ്ങിനാണ്, നമ്മുടെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്ന കണ്ടീഷനാണ് നമ്മൾ എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ. എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈക്ക് എന്താ, നമ്മുടെ നമ്മുടെ നോസിൽ ബ്ലീഡിങ് ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താ? എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈക്ക് നമ്മുടെ ബ്ലീഡിങ് ഫ്രം നോസ് അല്ലെങ്കിൽ നോസ് ബ്ലീഡിങ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിന് മെയിൻ ആയിട്ട് 2 കോമൺ സൈറ്റ് വിച്ച് ഓക്കേഴ്സ് നമ്മുടെ എപ്പിസ്റ്റാറ്റിസ് ഉണ്ടാകുന്ന ലൈക്ക് 2 കോമൺ സൈറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? വാട്ട് ആർ ദ 2 മെയിൻ സൈറ്റ് ഓഫ് എപ്പിസ്റ്റാറ്റിസ്? What are the 2 main sites of epistatis? Yes, the main 2 sites of epistatis എന്ന് പറയുന്നത് മെയിൻ ലിറ്റിൽ ഏരിയ, 19% കോപ്പ് ഓഫ് എപ്പിസ്റ്റാറ്റിസ് ഉണ്ടാക്കുന്നത് ലിറ്റിൽ ഏരിയയിലും, ദെൻ ഔട്ട് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ബാക്കി പോർഷൻസ് ഒരു 10% എപ്പിസ്റ്റാറ്റിസ് ഉണ്ടാകുന്നതും ഔട്ട് ഓഫ് ഏരിയയിലുമാണ് വരുന്നത്. ദെൻ കോസസ് ഓഫ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് ഇൻട്രിയ, ലൈക്ക് ഇൻട്രിയ മീൻസ് ഇൻഫെക്ഷൻ. അതൊരു നിങ്ങൾക്ക് ട്രിക്ക് വേയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇൻട്രിയ എന്ന് പറഞ്ഞാൽ. വാട്ട് ഡു യു മീൻ ബൈ ഇൻട്രിയ? എന്താ ഇൻട്രിയ? I means infection, then N means neoplasma, then D means DNS. What do you mean by DNS? നമ്മുടെ സൊല്യൂഷൻ ആണോ DNS? നമ്മുടെ സൊല്യൂഷൻ ആണോ DNS? What do you mean by DNS? Yes, DNS എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ഓക്കെ ഫൈൻ രേഷ്മ. DNS എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റത്തിനെയാണ് നമ്മൾ DNS എന്ന് പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റ് വെയിറ്റ് ആണ്, ചിലപ്പോൾ ഒന്ന് ഡിസ്കണക്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്.
പോവാണെങ്കിൽ then A means allergic reaction. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എപ്പിസ്റ്റാറ്റിസിന്റെ കോസസിനകത്ത് വരുന്നത്. Then we are moving to the classification of epistatis. What are the main classification of epistatis? Any idea regarding the causes of epistatis? Causes of epistatis നമ്മൾ ഇൻഫെക്ഷൻ പഠിച്ചു അല്ലേ? സോറി, ഇന്ത്യ പഠിച്ചു. What is the expansion of India? In I stands for what? I stands for I stands for yes, infection. Then N stands for neoplasma. Then D stands for DNS. Then I stands for insertion of the foreign body. Then again A stands for allergy. Then we are going to study about the classification of epistatis. What are the main classification of epistatis? Like anterior epistatis ഉണ്ട്, posterior epistatis ഉണ്ട്. Anterior epistatis എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ബ്ലഡ് ഫ്ലോ ഔട്ട് ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദി നോസ്, നമ്മുടെ ഫ്രണ്ട് ഓഫ് ദി നോസിൽ നിന്ന് ബ്ലഡ് ഫ്ലോ പുറത്ത് വരുന്നത്. അപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ സിറ്റിംഗ് പൊസിഷനിൽ നമ്മൾ ലൈക്ക് എന്താ ഫ്രണ്ട് ഓഫ് ദി പോസ്റ്ററിൽ ലൈക്ക് എന്താ ബ്ലീഡിങ് ഉണ്ടാവുന്നതാണ് എന്താ ആന്റീരിയർ എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ. ദെൻ പോസ്റ്റീരിയർ എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ ബ്ലഡ് ഫ്ലോ ബാക്ക് നമ്മുടെ ത്രോട്ടിലോട്ട് ബ്ലഡ് ഫ്ലോ പോകുന്നതാണ് എന്താ posterior epistatis എന്ന് പറഞ്ഞാൽ. then patient swallow it and later it may have coffee colored omitis. നമുക്ക് പേഷ്യൻ്റ് അത് ത്രോട്ടിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പേഷ്യൻ്റ് ഇത് വിഴുങ്ങി ഇറക്കിയിട്ട് അത് ലൈക്ക് എന്താ കോഫി കളേർഡ് ഒമിറ്റ് ആയിട്ട് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ മെയിൻ 2 types of epistatis? എല്ലാവരും ചാറ്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്ത് വാട്ട് ഈസ് ദ മെയിൻ 2 types of What do you mean by anterior epistatis? Anterior epistatis എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് when blood flow out from the front of the nose. നമ്മുടെ ഫ്രണ്ട് ഓഫ് നമ്മുടെ നോർമലി നോസിന്റെ പുറത്തു കൂടെ നോർമലി നമുക്ക് നോസിന്റെ ഫ്രണ്ടിൽ കൂടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നതാണ് ആന്റിയർ എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പേഷ്യൻ്റ് ലൈക്ക് സിറ്റിംഗ് പൊസിഷനിലായിരിക്കും നോർമലി നോക്കുന്നത് ബ്ലഡ് വരുന്നത്. ദെൻ പോസ്റ്റീരിയർ എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ പേഷ്യന്റ് ബ്ലഡ് നമ്മുടെ ബാക്ക് ഓഫ് ദി ത്രോട്ടിലൂടെ ആയിരിക്കും. ആ സമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് നമുക്ക് ബാക്ക് ഓഫ് ദി ത്രോട്ടിലൂടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റ് എങ്ങനെയായിരിക്കും, പേഷ്യന്റ് മെയിൻ ആയിട്ടും ഒരു കോഫി കളർ ആ ബ്ലഡ് നമ്മുടെ പേഷ്യന്റ് വിഴുങ്ങിയിറങ്ങും. കാരണം ടാക്കിലൂടെ പോവില്ല. അപ്പോൾ ദേ ക്യാൻ സോളോ ദി ബ്ലഡ്. അങ്ങനെ ബ്ലഡ് സോളോ ചെയ്തിട്ട് ഒരു കോഫി കളേർഡ് ബ്ലഡിനെ ഒമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്താ ബ്ലഡ് ഫ്ലോയും പോസ്റ്റീരിയർ ബ്ലഡ് ഫ്ലോയും ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആന്റിയർ ബ്ലഡ് ഫ്ലോയും പോസ്റ്റീരിയർ ബ്ലഡ് ഫ്ലോയും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Doubts regarding anterior and posterior blood flow? Then management of the blood, നമ്മുടെ epistatis. മാനേജ്മെന്റ് ഓഫ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ലൈക്ക് എന്താ നോസിൽ കംപ്രഷൻ ചെയ്യും. കാരണം ഡയറക്റ്റ് പ്രഷർ നമ്മൾ സെപ്റ്റൽ ഏരിയയിലോട്ട് കൊടുക്കുക. കാരണം ആ ഒരു കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ദ ഫീൽ സം കൈൻഡ് ഓഫ് നമ്മൾ ഓൾറെഡി നമുക്കൊരു ഏതൊരു പ്ലേസിൽ നിന്നും ബ്ലീഡിങ് വരുവാണെങ്കിൽ വി ആർ പുട്ട് ഓൺ ദി കംപ്രഷൻ. ആഫ്റ്റർ പ്രൊവൈഡിങ് കംപ്രഷൻ ടു ദാറ്റ് സൈഡ്
എങ്ങനെയാണ് നമ്മൾ ആ സൈഡിലോട്ട് കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ആ കംപ്രഷൻ ഏരിയയും അവിടെ മെയിൻ ആയിട്ടുള്ള ബ്ലീഡിങ് കുറയാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ നോർമലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നോർമലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രഷൻ കൊടുക്കുക. നോർമലി കംപ്രഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്ലഗിങ് ഓഫ് ദി അബിറ്റൽ നോസ്ട്രിൽ വിത്ത് ഗോസ് ഓർ കോട്ടൺ ദാറ്റ് ഹാസ് ബീൻ സോക്ഡ് ഇൻ എ ടിപ്പിക്കൽ നമ്മൾ ഒരു ടോപ്പിക്കൽ ഡീകൺജസ്റ്റൻസിൽ മുക്കിയിട്ടുള്ള ഒരു സോക്കോൺ ചെയ്ത നമ്മൾ ഒരു ഗോസ് പീസോ അല്ലെങ്കിൽ കോട്ടൺ പീസോ നമ്മൾ ആഫ്റ്റർ ഏരിയയിലോട്ട് പ്ലഗ് ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ പ്ലഗ് ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പ്രഷർ ഷിപ്പ് നമ്മുടെ കണ്ടിന്യൂസ്ലി നമ്മൾ അറ്റ്ലീസ്റ്റ് ഓരോ 5 minutes കൂടുമ്പോഴും നമ്മൾ ഡയറക്റ്റ് പ്രഷർ പേഷ്യന്റിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ് ഡയറക്റ്റ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് while we are providing direct pressure to the patient, if they feel some kind of relaxation or some kind of the severity of the bleeding, a patient the severity കുറയാനുള്ള chance വളരെ കൂടുതലാണ്. ദെൻ നമ്മൾ ലൈക്ക് ഒരു 20 minutes ഒരു 20 minutes ഗ്യാപ്പിൽ ഓരോ 5 minutes കൂടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻ്റെ ഹെഡ് നമ്മൾ ലൈക്ക് തിങ്കിങ് ചെയ്ത് ലൈക്ക് ലിഫ്റ്റിംഗ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഹെഡ് കുറച്ചുകൂടെ പൊക്കി വെക്കുന്ന സമയത്ത് ബ്ലീഡിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് ഫാരിങ്സിനെ കൂളിംഗ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് എന്താ നോസിയും അതുപോലെ തന്നെ എയർവേ ഒബ്സ്ട്രക്ഷൻ ഓഫ് പേഷ്യന്റ് അവോയ്ഡ് ചെയ്ത് ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഹെഡിൽ നിന്ന് എലിവേറ്റ് ചെയ്ത് വെക്കുന്നത് പുള്ളിങ് ചെയ്ത് വെക്കുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തിനാണ് പുള്ളിങ് ചെയ്ത് വെക്കുന്നത്? നമുക്ക് പേഷ്യന്റ് നോസിയും അതുപോലെ തന്നെ അതുപോലെ ടിഫ്റ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടിഫ്റ്റിംഗ് നമ്മുടെ ഹെഡിനെ ടിഫ്റ്റ് ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ലൈക്ക് നമ്മുടെ പോസിറ്റീവ് ഫാരിങ്സിനെ കൂളിംഗ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ പോസിറ്റീവ് ഫാരിങ്സിനെ കൂളിംഗ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസിന് ലൈക്ക് നോസി അതുപോലെ തന്നെ എയർവേ ഒബ്സ്ട്രക്ഷനും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഹിമോഡൈനാമിക് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ എയർവേ പാറ്റേൺസിനും നമുക്ക് കൺഫേംഡ് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ നമ്മളെന്താ ഇനിഷ്യേറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഓർഗൻ ഡിപ്ലീഷൻസ് നമുക്ക് പേഷ്യന്റ് ഓർഗൻ ഡിപ്ലീഷൻ ആണെങ്കിൽ പേഷ്യന്റ് ഓർഗൻ ഡിപ്ലീഷൻ സസ്പെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം എപ്പിസ്റ്റാറ്റിസ് ഉള്ള പേഷ്യന്റിന് നമ്മൾ ഏത് ടൈമിലാണ് ഫ്ലൂയിഡ് കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ ചാൻസ്. ഏത് ടൈമിലാണ് ഫ്ലൂയിഡ് കൊടുക്കുന്നത്? എപ്പിസ്റ്റാറ്റിസ് ഉള്ള പേഷ്യന്റ് നമ്മൾ നോർമലി ഫ്ലൂയിഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻ ഡിപ്ലീഷൻ ഉള്ള ടൈമിലാണ് നോർമലി ഫ്ലൂയിഡ് കൊടുക്കുന്നത്. അത് ഓർമ്മിക്കുക. ഈ ഒരു പാരഗ്രാഫ് ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വേണം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. Then adequate pain control. Patient like nasal packing ചെയ്ത സമയത്ത് പേഷ്യന്റിന് പെയിൻ ഉണ്ടെങ്കിൽ we have to support some kind of adequate pain control. മെയിൻലി നമ്മുടെ പോസ്റ്റീരിയർ പാക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ചോദിച്ചത് അഡിക്വേറ്റ് പെയിൻ കൺട്രോൾ നമുക്ക് ബാലൻസ്ഡ് ചെയ്യണം. കാരണം നമ്മൾ പെയിൻ ഓവറായിട്ട് കൂടുകയാണ്. കാരണം പോസ്റ്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം പേഷ്യന്റ് ഒമിറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാരണം ബാക്ക് ഓഫ് ദി ബോഡിയും കൂടെ അവർ സോളോ ചെയ്ത് ഇറക്കമാണ് ബ്ലഡിനെ ചെയ്യുന്നത്. സ്പിറ്റ് ഔട്ട് ചെയ്ത് കളയുകയല്ല. ദി സോളോ ദ ബ്ലഡ് സോ ദേ ഫീൽ സം കൈൻഡ് ഓഫ് ഡിസ്കംഫോർട്ട് ആൻഡ് ഡിസ്ട്രാക്ഷൻ ടു ദി പേഷ്യന്റ്. സോ വി അഡ്വൈസ് ദ പേഷ്യന്റ് ടു while we are the healthcare workers, we are adequately paying control to the patient with the nasal packing, especially in the posterior pack, because to avoid over hypoventilation to that patient. അത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേന് എഴുതിയെടുക്കണമെന്ന് തോന്നിയിരിക്കാം, പക്ഷെ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. ഓറൽ ആൻഡ് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. റൈനോസൈറ്റിസും അതുപോലെ തന്നെ നമുക്ക് ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഥകിയ സമയത്ത് നമ്മളെന്തെങ്കിലും എപ്പിസ്റ്റാറ്റിസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് പ്രൊവൈഡ് ഓറൽ ആൻഡ് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് ടു എപ്പിസ്റ്റാറ്റിസ് പേഷ്യൻ ഫോർ വാട്ട് റൈനോസൈനറ്റിസം അതുപോലെ തന്നെ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അവോയ്ഡ് ചെയ്യാനായിട്ട് we will try to provide oral and topical antibiotics therapy to the patient. Then avoidance of aspirin and other non-steroidal anti-inflammatory drugs. നമ്മുടെ മെയിൻ ആയിട്ടും ആസ്പിരിൻസും അതുപോലെ തന്നെ നമുക്ക് ബ്ലീഡിംഗ് there will be chances of kind of bleeding or distraction to this patient, so we are trying to avoid some kind of aspirin and non-steroidal anti-inflammatory drug to epistatic patient. Then medication to control underlying medical problems like hypertension, vitamin D deficiency. നമ്മളിപ്പോൾ patient is hypotensive, patient hypotensive ആണ് അല്ലെങ്കിൽ patient vitamin K deficiency ഉണ്ടെങ്കിൽ we are trying to control that with the proper medication. Clear ആണോ? നമുക്ക് ഡൗട്ട്സ് ഉണ്ടോ? Any doubts regarding the epistatic patient? What do you mean by epistatic? എല്ലാവരുടെയും എനർജി ഇങ്ങനെ മഴയിൽ ഇങ്ങനെ പുതർന്നിരിക്കുക. എല്ലാവരും നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്താലോ എനർജി. Yes, very good, all dears. Then we are going to study about the next one is indication of tracheostomy. Then നമ്മുടെ പോസ്റ്റ് പ്രൊസീജിയർ കെയർ ഓഫ് ട്രക്കിയോസ്റ്റമി കെയറും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IR-ENT പോർഷൻസ് ഫുള്ളി കവർ ആവുകയാണ്. ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ഒത്തിരിയേറെ കണ്ടീഷൻസ് കയ്യിൽ വരുന്ന ഡിസോർഡേഴ്സ് പഠിച്ചതുകൊണ്ട് തന്നെ ഇയറിൽ വരുന്ന ഡിസോർഡേഴ്സ് പഠിച്ചു. പിന്നെ അതുപോലെ ത്രോട്ടിലും നോസിൽ വരുന്ന ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചു. ഡിസോർഡേഴ്സ് എല്ലാം ക്ലിയർ ആണോ? നമുക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടോ? Yes. Then we are moving to the tracheostomy. What do you mean by tracheostomy? What do you mean by tracheostomy? Yes, tracheostomy എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ ഇത് മെയിൻലി നമ്മുടെ ഒരു ഹോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നെക്കിൽ. ദെൻ അത് നമ്മുടെ വിൻഡ് പൈപ്പായി ട്രക്കിയായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്സൈഡ് ഓഫ് ദ വേൾഡ് ഡയറക്ട്ലി പോകുന്നു. ആ ട്യൂബിൽ നമ്മുടെ വിൻ പൈപ്പിലോട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബിന് പറയുന്ന പേരാണ് ട്രക്കിയ എന്ന് പറഞ്ഞാൽ. ഇത് മെയിൻലി നമുക്ക് ഓസ്റ്റമിയിൽ ഒരു ഓസ്റ്റമി ഒരു ഓപ്പണിംഗ് ഇട്ടിട്ട് നമ്മുടെ ട്രക്കിയിലോട്ട് ട്യൂബ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രീത്തിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രക്കിയോസ്റ്റമി പ്രൊസീജിയർ നോർമലി ചെയ്യുന്നത്. എന്താണ് ട്രക്കിയോസ്റ്റമി എന്ന് നമ്മൾ നോട്ട് ചെയ്തോളെ. Tracheostomy is a surgical procedure. Tracheostomy is a surgical procedure where a hole is created in the neck. Tracheostomy is a surgical procedure where a hole is created in the neck. A hole is created in the neck, connecting the windpipe like trachea, directly to the outside world.
directly to the outside world. Tracheostomy is a surgical procedure. Tracheostomy is a surgical procedure. Tracheostomy is a surgical procedure where a hole is created in the neck, where a hole is created in the neck, where a hole is created in the neck, connecting the windpipe trachea directly to the outside world. A tube called a tracheostomy tube, a tube called a tracheostomy tube is then placed into this opening, is then placed into this opening. To help with breathing. Tracheostomy is a surgical procedure where a hole is created in the neck connecting the windpipe like trachea directly to the outside world. A tube called tracheostomy is then placed into this opening to help with breathing. Clear ആണോ? Clear ആണോ ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ നിങ്ങൾക്ക്? Is that clear all? Is that clear all? Yes. The indication of tracheostomy, like the three Rs. What are the main indication of tracheostomy? Yes, what are the main three indication of tracheostomy means three Rs. First R for respiratory obstruction like a neoplasma or foreign body. ഒന്നുകൂടെ പറയണോ? Tracheostomy is a surgical procedure where a hole is created in the back, where a hole is created in the back, where a hole is created in the back, where a hole is created in the connecting the windpipe trachea directly to the outside world. The tube tracheostomy is then placed into this opening, to help with breathing. Then what is the indication of tracheostomy എന്ന് ചോദിക്കുകയാണെങ്കിൽ mainly three RS ആണ് വരുന്നത്. First R for respiratory obstruction like neoplasma and foreign bodies, and second R retarded secretion like inability to cough, അവർക്ക് കഫ് ചെയ്യാനായിട്ട് പറ്റാത്ത ആൾക്കാർക്ക്. Then respiratory insufficiency like bronchitis and emphysema ഒക്കെയുള്ള പേഷ്യൻസിനാണുള്ള നോർമലി tracheostomy ചെയ്യുന്നത്. What are the main three RS of tracheostomy? What are the main three indication of tracheostomy? എല്ലാവരും chat box answers communicate ചെയ്തേ. What are the three main indication of tracheostomy?
Yes, very good, all dears. Then we are moving to study about the post-operative post-procedural care of tracheostomy കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IR ENT പോർഷൻസ് ഫുള്ളി കവർ ആവുകയാണ്. പോസ്റ്റ് പ്രൊസീജിയർ കെയർ ഓഫ് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുക. ലൈക്ക് ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ ബ്ലോക്കേജ് ലൈക്ക് എന്താ ട്യൂബറിന്റെ റിമൂവൽ അല്ലെങ്കിൽ സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ബ്ലോക്കിങ്ങോ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് സൂപ്പർവിഷൻ ചെയ്യുക. ദെൻ സഷൻ ചെയ്യുക, ലൈക്ക് എന്താ ഈ പോയിന്റ്സ് മാത്രം എഴുതിയിട്ടാൽ മതി കേട്ടോ. പേഷ്യന്റിനെ സഷൻ ചെയ്യുക, കാരണം പേഷ്യന്റ് നോർമലി ലൈക്ക് എന്താ നോർമലി അവർക്ക് സെക്ഷൻ്റെ ആവശ്യമില്ല. സെക്ഷൻ സ്ട്രിക്റ്റ് ഹാഫ് ആൻ അവർ ലൈക്ക് ഇനിഷ്യലി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഇന്റർവെൽ നമ്മൾ സെക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ദെൻ അതുപോലെ തന്നെ ക്രഷിങ്ങോ അല്ലെങ്കിൽ ക്രസ്റ്റിങ്ങോ അല്ലെങ്കിൽ ട്രാൻസിഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുള്ള കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യുക. മെയിനായിട്ട് ലൈക്ക് പ്രോപ്പർ ഹ്യൂമിഡിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്രഷിങ് നോക്കുക. ക്രഷിങ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു 2 ഡ്രോപ്സോ ഹിപ്പോട്ടോണിക് സലൈൻസ് അല്ലെങ്കിൽ റിംഗർ ലാക്ടേഴ്സ് നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുക. ട്രക്കിയിൽ ഒരു 2 to 3 hours നമ്മൾ ടു ലൂസൺ ഫസ്റ്റ് പ്രിവെന്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഒരു ക്രസ്റ്റിംഗ് വരുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, മെയിൻലി പേഷ്യന്റ് ക്രസ്റ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു നോർമലി അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് സലൈൻ അല്ലെങ്കിൽ നോർമൽ സലൈനോ അല്ലെങ്കിൽ ഹിപ്നോട്ടിക് സലൈനോ അല്ലെങ്കിൽ റിംഗർ ലാക്ടേറ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ ട്രക്കിയോലോട്ട് എത്ര ടൈം ഇന്റർവെല്ല, ഒരു 2 to 3 hours ഇന്റർവെല്ലിൽ നമ്മൾ നോർമൽ അല്ലെങ്കിൽ ഹിപ്നോട്ടിക് അല്ലെങ്കിൽ റിംഗർ ലാക്ടേറ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ കെയർ ഓഫ് ട്രക്കിയോസ്റ്റമി ട്യൂബ്, നമ്മുടെ ട്രക്കിയോസ്റ്റമി ട്യൂബിന്റെ കെയർ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്നർ കാനുല ഷുഡ് ബി റിമൂവ്ഡ് ആൻഡ് ക്ലീൻഡ് ആസ് ആൻഡ് വെൻ ഇൻഡിക്കേറ്റഡ് ഫോർ ദ ഫസ്റ്റ് 3 days. നമ്മൾ ഇന്നർ കാനുലാസ് നമ്മൾ നോർമലി റിമൂവ് ചെയ്യണം. ഒരു ഫസ്റ്റ് 3 to 4 days കൊണ്ട് നമ്മൾ ഇന്നർ കാനുലാസിനെ റിമൂവ് ചെയ്യുകയും ദെൻ അതുപോലെ തന്നെ ഔട്ടർ ട്യൂബ് ബ്ലോക്ക്ഡ് അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 to 3 days കഴിയുമ്പോഴത്തേനും ട്രാക്ക് ടു ബി ഫോം, നമുക്ക് ട്രാക്ക് ഫോർമേഷനൊക്കെയായി ഓക്കെ ആണെങ്കിൽ വി ഹാവ് ടു റിമൂവ് ദ ട്രക്കിയോസ്റ്റമി ട്യൂബ് ആഫ്റ്റർ 3 to 4 days ഓഫ് ദി ഇൻസേർഷൻ. ദെൻ ഡീകാനുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈക്ക് ആ ട്യൂബിനെ ഡീകാനുലേഷൻ ചെയ്യുന്നത്. Tracheostomy tube is plugged in and observe closely. If the patient tolerates it for 24 hours, tube can be നമ്മൾ പേഷ്യന്റ് 24 hours കഴിയുമ്പോഴത്തേന് പേഷ്യന്റ് ഓക്കെയാണ്, പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ we have to remove. Okay. We have to remove the tube safely after 24 hours. ഇത്രയും കാര്യങ്ങളാണ് ട്രക്കിയോസ്റ്റമി കെയറിനകത്ത് വരുന്ന മെയിനായിട്ട് നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുക, പേഷ്യന്റിനെ കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്ററിങ് ചെയ്യുക, സക്ഷനിങ് ചെയ്യുക, ഒരു ഹാഫ് ആൻ അവർ ഇന്റർവെല്ലിൽ നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ ക്രസ്റ്റിങ്ങും ട്രാക്കിറ്റീസും റിലീവ് ചെയ്യുമ്പോൾ പേഷ്യന്റ് ക്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ അല്ലെങ്കിൽ ഹിപ്നോട്ടിക് സലൈൻ ഡ്രോപ്സ് അല്ലെങ്കിൽ റിംഗർ ലാക്ടേറ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ട്രക്കിയിൽ ഓരോ 2 മുതൽ 3 മണിക്കൂറിലും അതുപോലെ തന്നെ ലൈക്ക് നമ്മൾ ക്രസ്റ്റ് ലൂസൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ട്രക്കിയോസ്റ്റമി ട്യൂബ് ക്ലിയർ ചെയ്യുക. നമ്മൾ ഇന്നർ കാനുല നമ്മൾ നോർമലി ഒരു ഫസ്റ്റ് 3 days ക്വസ്റ്റ്യൻസ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ഫസ്റ്റ് 3 days കൊണ്ട് നമ്മൾ ഇന്നർ കാനുലാനെ ക്ലിയർ ചെയ്യുക. ദെൻ ഔട്ടർ കാനുലാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്കോ ഡിസ്പ്ലേസ്മെന്റോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മുതൽ 4 ദിവസം കഴിഞ്ഞ് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ദെൻ 24 hours കഴിഞ്ഞ് നമ്മുടെ ലൈക്ക് എന്താ ട്യൂബ് റിമൂവ് ചെയ്ത് 24 hours കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് സേഫ്ലി അത് റിമൂവ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ട് I+ENTക്കകത്ത് വരുന്നത്. ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ പഠിപ്പിച്ച പോർഷൻസിൽ നിന്ന്? എനി ഡൗട്ട്സ്?
യെസ്. ദെൻ ഈ പോർഷൻസ് നോക്കുന്നത് നാളെ എക്സാംസ് ഉണ്ടായിരിക്കും. സോ എല്ലാവരും പഠിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത്. ഈ ഐ ആൻഡ് ഇ എൻ ജിന്ന് ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെ ക്ലാസ് കഴിയുമ്പോഴത്തേനും എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് ഐ പ്ലസ് ഇ എൻ ജി എന്നുള്ള പോർഷൻസ് പഠിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നതായിരിക്കും കേട്ടോ. കുറച്ച് റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, ചിലപ്പോൾ മേ ബി അപ്ലോഡ് ആവാൻ ടൈം എടുക്കും. സോ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജസ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ എക്സാംസ് എഴുതി മുന്നോട്ട് പോകുക. ഞാനൊരു 5 മിനിറ്റ്സും കൂടെ, സോറി 4 മിനിറ്റ്സും കൂടെ എടുക്കുകയാണ്. കറക്റ്റ് 10:30 ആകുമ്പോൾ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഞാൻ പേര് വിളിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യുക. ലിജ, ഷെഹിന, അഞ്ജന, ഗീതു, നിമ, വിനില, ജിഷ, പ്രീത, സന്ധ്യ, സുലക്ഷ്മി, മഞ്ജു, റൈസ് യുവർ ഹാൻഡ്സ്. ക്വസ്റ്റ്യൻസ് പേര് വിളിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യുക. ബാക്കിയുള്ള ഒരാൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ബാക്കി എല്ലാവരും ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഗീതു ഓഡിബിൾ ആണോ? ഗീതു, ഗീതു, വാട്ട് യു മീൻ ബൈ റൈനൈറ്റിസ്? യെസ് മാം. എന്താ റൈനൈറ്റിസ് എന്ന് പറഞ്ഞാല്? കേട്ടില്ല മാഡം. റൈനൈറ്റിസ് റൈനൈറ്റിസ് ആണോ മാഡം? യെസ് യെസ്. Rhinitis, inflammation and irritation, mucous membrane. Yes, very good, Geetu. Others answers on the chat box. Jisha audible ആണോ? Jisha audible ആണോ? Hello ma'am. Yes, Jisha, what are the main types of rhinitis? Hello. What are the main types of rhinitis? Facial pain, runny nose, Yes. cough or congestion, stuffed nose. Yes, very good, Jisha.